ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിന് പിന്നിൽ ISROയ്ക്കും നിർണായക പങ്ക്. 10 സാറ്റലൈറ്റുകൾ രാപ്പകൽ ഭേദമില്ലാതെ 24 മണിക്കൂറും കണ്ണിമ ചിമ്മാതെ ഇന്ത്യയുടെ സേഫ്റ്റിക്കും സെക്യൂരിറ്റിക്കും വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ത്യക്ക് നേരെ ഉണ്ടാകുന്ന ഓരോ ആക്രമണങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ ISROയുടെ ആസ്ഥാനത്ത് നിന്ന് ഇന്ത്യയുടെ ഡിഫൻസ് സംവിധാനത്തിലേക്ക്, ഇന്ത്യയുടെ സൈനിക കേന്ദ്രത്തിലേക്ക് നൽകിയതിൻ്റെ ക്രെഡിറ്റ് ISROയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ ഇതാ ISRO ചെയർമാൻ V നാരായണൻ പറഞ്ഞിരിക്കുന്നു, ഇന്ത്യൻ ജനതയുടെ സംരക്ഷണത്തിന് വേണ്ടി, ഇന്ത്യ എന്ന മാതൃരാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി 24x7 രാപ്പകലില്ലാതെ 10 സാറ്റലൈറ്റുകളാണ് പ്രവർത്തിച്ചത്. ഇന്ത്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്, വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കരുത്തായത് ISROയുടെ ഈ സാറ്റലൈറ്റുകളാണ്. ഇന്ത്യക്ക് ചുറ്റുമുള്ള ലോക രാജ്യങ്ങളിൽ നിന്നുയരുന്ന ഏത് തരത്തിലുള്ള ഒരു ആക്രമണ ശ്രമവും അതേസമയം തന്നെ ഒപ്പിയെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനത്തെ അറിയിക്കാനുള്ള അതിശക്തമായ നെറ്റ്വർക്കിംഗ് സംവിധാനമാണ് ISRO ഒരുക്കിയത്. ഇന്ത്യയുടെ 7500 കിലോമീറ്റർ വരുന്ന സമുദ്ര അതിർത്തി, അതുപോലെ ഇന്ത്യയുടെ വടക്കൻ മേഖലകൾ, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ആ 2000-ലധികം വരുന്ന കിലോമീറ്റർ ദൂരം, ആ മേഖലകളൊക്കെ തന്നെ ഇന്ത്യയുടെ സാറ്റലൈറ്റിൻ്റെ നിതാന്തമായ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ത്യക്ക് നേരെ നൂറുകണക്കിന് ഡ്രോണുകൾ പാകിസ്ഥാൻ സേന പ്രയോഗിച്ചു. ഇന്ത്യക്ക് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചു. ഇന്ത്യക്ക് നേരെ അവരുടെ ഖാദർ മിസൈൽ പ്രയോഗിച്ചു. ഇതെല്ലാത്തിനെയും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉടനടി തന്നെ നിർവീര്യമാക്കി. ഇന്ത്യയുടെ പ്രതാപം നിറഞ്ഞ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഒരു കാലത്ത് റഷ്യ നൽകിയതാണ്, ഏറ്റവും അത്യാധുനികമാണ്. ഇപ്പോൾ ഇറാന് പോലും S-300 വരെ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. എന്നാൽ ഇന്ത്യക്ക് റഷ്യ നൽകിയത് അവരുടെ പക്കലുള്ള ഏറ്റവും അത്യാധുനികമായ S-400 ആണ്. ആ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിനൊപ്പം നമ്മുടെ ISROയുടെ ബുദ്ധി കൂടി ചേരുന്നതോടെ, ISROയുടെ ബുദ്ധി കൂർമ്മത കൂടി ചേർന്നതോടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം മറ്റേതൊരു രാജ്യത്തോടും കിടപിടിക്കുന്ന തരത്തിൽ കരുത്തുറ്റതായി. അങ്ങനെ ഇന്ത്യയുടെ വ്യോമ പരിധി കടന്നു വരുന്ന എല്ലാ ശത്രു ആയുധങ്ങളെയും, ശത്രു രാജ്യത്തിൻ്റെ ഡ്രോണുകളായാലും, ശത്രു രാജ്യത്തിൻ്റെ മിസൈലുകളായാലും, ശത്രു രാജ്യത്തിൻ്റെ ഡ്രോണുകളായാലും, ശത്രു രാജ്യത്തിൻ്റെ റോക്കറ്റുകളായാലും, മറ്റെന്തെങ്കിലും ആയാലും, ശത്രു രാജ്യത്തിൻ്റെ വിമാനങ്ങളായാലും യുദ്ധവിമാനങ്ങളായാലും, ഇതെല്ലാത്തിനെയും കൃത്യമായി കണ്ടെത്തുന്നതിന് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ റഡാറുകളെ പ്രധാനമായും സഹായിച്ചത് ഇന്ത്യയുടെ ഉപഗ്രഹങ്ങളാണ്. ഈ ഏഷ്യൻ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈനിക ശക്തി ഇന്ത്യ ആണെന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഇന്ത്യ നേടിയ ഓപ്പറേഷൻ സിന്ദൂറിലെ മേധാവിത്വം. നമുക്കറിയാം, പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ നൂറുകണക്കിന് മിസൈലുകൾ, റോക്കറ്റുകൾ, ഡ്രോണുകളൊക്കെ പ്രയോഗിച്ചു. ഇവയിലൊന്നും തന്നെ കൃത്യമായി ഇന്ത്യയിൽ പതിച്ചില്ല. 99% ആക്രമണങ്ങളെയും ഇന്ത്യക്ക് കൃത്യമായി പ്രതിരോധിക്കാൻ കഴിഞ്ഞു. ആക്രമണങ്ങളെ ഇന്ത്യയുടെ വ്യോമ മേഖലയ്ക്ക് പുറത്തു വച്ച് ഇന്ത്യക്ക് തകർക്കാൻ കഴിഞ്ഞു. ഇതിന് ഇന്ത്യക്ക് സഹായകമായത് ISROയുടെ, ഇന്ത്യൻ സ്പേസ് ആൻഡ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ ഏറ്റവും അത്യാധുനികമായ സാങ്കേതിക വിദ്യയാണ്. 10 സാറ്റലൈറ്റുകൾ, 10 ഉപഗ്രഹങ്ങൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്കും ഇന്ത്യയുടെ സെക്യൂരിറ്റിക്കും വേണ്ടി കൃത്യമായി തന്നെ പ്രവർത്തിക്കുന്നു. അവയുടെ നിതാന്ത ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് ഇന്ത്യൻ സേനയ്ക്ക് കരുത്തായത് എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു. പാകിസ്ഥാനെ ആകട്ടെ ഇന്ത്യ യഥാസമയം ആക്രമിച്ച് ഇന്ത്യയുടെ റഫാൽ അടക്കമുള്ള, മിറാഷ് അടക്കമുള്ള വിമാനങ്ങൾ തിരിച്ചു വന്നു. പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം HQ-9 ചൈന ഉണ്ടാക്കി നൽകിയതാണ്. വൻതുക കൊടുത്ത് ചൈനയിൽ നിന്ന് അവർ വാങ്ങിയതാണ്. എന്നാൽ ചൈനയുടെ പ്രോഡക്റ്റുകളെ പോലെ തന്നെ കൃത്യമായ ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്റ്റ് ആയിരുന്നു ഈ HQ-9 എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു ആക്രമണത്തെ ചെറുക്കാൻ പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല. അതേസമയം ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ തൊടുത്തുവിട്ട ഡ്രോണുകൾ, പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഇവയൊക്കെ തന്നെ ഇന്ത്യൻ വ്യോമ പരിധിക്ക് മുമ്പ് വച്ച് പിന്തുടർന്ന് തകർക്കുകയായിരുന്നു ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇന്ത്യയുടെ സൈന്യം പുറത്തുവിട്ടതാണ്.
പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയെ ലക്ഷ്യമാക്കി വരുന്ന മിസൈലുകൾ, ആ മിസൈലുകളെ ഇന്ത്യയുടെ വ്യോമപരിധി എത്തുന്നതിന് മുമ്പ് തകർക്കുന്ന ഇന്ത്യയുടെ ഇന്റർസെപ്റ്ററുകൾ, റഷ്യ ഇന്ത്യക്ക് കനിഞ്ഞു നൽകിയ ഇഗ്ലായസ് ഇന്റർസെപ്റ്റർ ഷോർട്ട് റേഞ്ച് മിസൈൽ, ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ കുന്തമിണയാണ് ഇഗ്ലായസ് മിസൈലുകൾ. ആ മിസൈലുകളൊക്കെ തന്നെ ഇന്ത്യ ഉണ്ടെങ്കിലും ഇന്ത്യയുടെ വ്യോമപരിധിയെ കാത്തത്, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്ന് പൂർണ്ണമായും തടഞ്ഞത് കാത്തത് ഇന്ത്യയുടെ ISROയുടെ ഈ നിരീക്ഷണങ്ങളാണ്, ഇന്ത്യയുടെ സാറ്റലൈറ്റുകളാണ്. ഇന്ത്യയുടെ 10 സാറ്റലൈറ്റുകൾ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം ഈ സംഘർഷ സമയത്ത് പ്രവർത്തിച്ചു എന്ന് ISRO ചെയർമാൻ വി നാരായണൻ വെളിപ്പെടുത്തുന്നു. എന്തായാലും ഇന്ത്യക്ക് അഭിമാനിക്കാം, വൈമാനിക രംഗത്ത്, ഉപഗ്രഹ രംഗത്ത് ഇന്ത്യ ലോകത്തെ പ്രധാനപ്പെട്ട ശക്തിയായി മാറിയിരിക്കുന്നു. ലോകത്തുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവരുടെ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നതിനായി സമീപിക്കുന്നത് ഇന്ത്യയാണ്. ഓരോ റോക്കറ്റ് പരീക്ഷണങ്ങളിലൂടെയും നൂറുകണക്കിന് ഉപഗ്രഹങ്ങളെയാണ് ഇന്ത്യ ബഹിരാകാശത്ത് എത്തിക്കുന്നത്. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ സൈനിക കരുത്തിന് പിന്തുണയുമായി ISRO എത്തിയിരിക്കുന്നു. ഇന്ത്യയുടെ ഓരോ അതിർത്തിയും കൃത്യമായ ക്യാമറ കണ്ണുകളോടെ നിതാന്തമായി നിരീക്ഷിക്കാൻ ഇന്ത്യയുടെ ISROയുടെ 10 സാറ്റലൈറ്റുകൾ, 10 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് ഇങ്ങനെ ചുറ്റിത്തിരിയുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.